13 വയസ്സുകാരനായ ലയണൽ മെസ്സി ഇപ്പോൾ സ്പെയിനിലെ ബാഴ്സലോണയിലാണ്. ബാഴ്സലോണ ടീമിന്റെ യൂത്ത് അക്കാഡമിയായ ലാ മാസിയയിൽ അവൻ പരിശീലനം തുടങ്ങി. പൊതുവെ അന്തർമുഖനായ മെസ്സിക്ക് പുതിയ ചുറ്റുപാടുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. പുതിയ കൂട്ടുകാരെയും പരിശീലകരെയും അവൻ സംശയത്തോടെ നോക്കി. ആരോടും പെട്ടെന്ന് ചങ്ങാത്തത്തിലാകാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഈ സ്വഭാവം കാരണം ജൂനിയർ ടീമിലെ പല സഹതാരങ്ങളും അവന് സംസാരശേഷിയില്ല എന്നുപോലും കരുതി. ഒറ്റയ്ക്കൊതുങ്ങിക്കൂടിയ ഒരു കുട്ടിയായിരുന്നു മെസ്സി അക്കാലത്ത്. അവന്റെ ചങ്ങാത്തം എപ്പോഴും ഫുട്ബോളുമായിട്ടായിരുന്നു. കളിക്കളത്തിലിറങ്ങിയാൽ അവൻ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവച്ചു. എന്നിട്ടും അധികമാരും അവനെ ശ്രദ്ധിച്ചില്ല. സാമ്പത്തിക പരാധീനതയാൽ സ്വന്തം നാടുവിട്ട് വിദേശ ക്ലബിനു വേണ്ടി കളിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിലായിരുന്നു പലരും അവനെ നോക്കിക്കണ്ടത്. ബാഴ്സലോണയുടെ പൂർണ്ണ പിന്തുണയോടെ വളർച്ചാ ഹോർമോൺ ചികിത്സ വിജയകരമായി മുന്നോട്ടുപോയി. ദിവസവും സ്വയം കാലിൽ കുത്തിവച്ചിരുന്ന ഇഞ്ചക്ഷനുകളുടെ വേദന കളിക്കാനുള്ള അവന്റെ നിശ്ചയദാർഢ്യത്തെ കൂടുതൽ ശക്തമാക്കി. ഈ വേദന കായികപരമായും മാനസികമായും മെസ്സിയെ കൂടുതൽ കരുത്തനാക്കി. 2002 ഫെബ്രുവരി ആയപ്പോഴേക്കും തദ്ദേശീയ ക്ലബ്ബായ ന്യൂവെൽസുമായുള്ള ട്രാൻസ്ഫർ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇതോടെ ബാഴ്സലോണയുടെ യൂത്ത് ടീമായ കേഡറ്റെ ബി ടീമിൽ സ്ഥിരമായി കളിക്കാനുള്ള അനുമതി മെസ്സിക്ക് ലഭിച്ചു. കളിക്കളത്തിൽ തിരിച്ചെത്തിയ മെസ്സി തന്റെ മാന്ത്രിക ഇടംകാൽ കൊണ്ട് അത്ഭുതങ്ങൾ തീർക്കാൻ തുടങ്ങി. ട്രാൻസ്ഫർ തർക്കങ്ങൾ, ചികിത്സ, ഒറ്റപ്പെടൽ തുടങ്ങിയ കാരണങ്ങളാലുണ്ടായ എല്ലാ നഷ്ടബോധങ്ങൾക്കും അദ്ദേഹം തന്റെ മാന്ത്രിക ഡ്രിബ്ലിംഗിലൂടെ പ്രതികാരം ചെയ്തു. അവന്റെ കളിമികവ് അതിവേഗം യൂത്ത് ലീഗുകളിൽ ചർച്ചയായി. കേവലം ചികിത്സാ ചെലവും പരിശീലനവും മാത്രമായിരുന്നില്ല ബാഴ്സലോണയിൽ നിന്നും മെസ്സിക്ക് ലഭിച്ചത്. ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ പലരും അപ്പോഴേക്കും ബാഴ്സലോണയുടെ ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിൽ ചുവടുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇത് മെസ്സിക്ക് ലോകോത്തര നിലവാരമുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരാനും ഭാവിയിലെ പ്രൊഫഷണൽ കരിയറിന് അടിത്തറയിടാനും അവസരം നൽകി. ലയണൽ മെസ്സി ബാഴ്സലോണയുടെ യൂത്ത് അക്കാഡമിയിൽ കളിച്ചു വളരുന്ന സമയത്ത് ഫുട്ബോൾ ലോകത്ത് വലിയ ചലനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഏഷ്യൻ മണ്ണിൽ വെച്ച് 2002 ഫിഫ ലോകകപ്പ് ആദ്യമായി നടന്ന വർഷം. ദക്ഷിണ കൊറിയയിലും ജപ്പാനിലുമായാണ് മത്സരങ്ങൾ നടന്നത്. മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീനൻ യുവാക്കൾ തങ്ങളുടെ രാജ്യം ലോകകപ്പിൽ മുത്തമിടുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ നിർണായകമായ മത്സരങ്ങളിൽ തോറ്റ് അർജന്റീന പരാജയം രുചിക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ പ്രിയപ്പെട്ട ടീം ദയനീയമായി പരാജയപ്പെടുന്നത് കണ്ടപ്പോൾ ലാ മാസിയയിൽ പരിശീലനം നേടുന്ന മെസ്സിയെപ്പോലെയുള്ള യുവതാരങ്ങൾക്ക് ഭാവിയിൽ രാജ്യത്തിനായി ലോക കിരീടം നേടണമെന്ന അതിയായ ആഗ്രഹം ഉടലെടുത്തു. ജൂനിയർ ടീമുകളിൽ മെസ്സി കാഴ്ചവെച്ച അവിശ്വസനീയമായ പ്രകടനം ബാഴ്സലോണ ക്ലബിലെ സീനിയർ താരങ്ങൾക്കിടയിൽ പോലും ശ്രദ്ധ നേടി. പകരം വയ്ക്കാനില്ലാത്ത കഴിവുറ്റ ഫുട്ബോൾ താരങ്ങൾ പലരും ഈ കുഞ്ഞു പയ്യന്റെ പ്രകടനങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കാൻ തുടങ്ങി.
സ്വന്തം പരിശീലന സമയം കഴിഞ്ഞാലും അവൻ സീനിയർ ടീമിന്റെ പരിശീലന സെഷനുകൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും അവരിൽ പലരുടെയും ടെക്നിക്കുകൾ മനസ്സിലാക്കുകയും ചെയ്തു. 2003 മെസ്സിക്ക് 16 വയസ്സുള്ളപ്പോൾ സീനിയർ ടീമിനൊപ്പം പരിശീലനത്തിന് അവസരം ലഭിച്ചു. അന്തർമുഖനായതുകൊണ്ട് വാക്കുകൾ കൊണ്ട് കളിക്കാരുമായി സൗഹൃദം വളർത്താൻ അവന് കഴിഞ്ഞില്ല. എന്നാൽ മെസ്സിയുടെ കഴിവ് തിരിച്ചറിഞ്ഞവരിൽ പ്രധാനിയായിരുന്നു ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസവും അന്നത്തെ ഏറ്റവും മികച്ച കളിക്കാരനുമായ റൊണാൾഡീഞ്ഞോ. ലോകോത്തര താരങ്ങൾക്കിടയിൽ പകച്ചു നിന്നുപോയ ആ കൗമാരക്കാരനെ റൊണാൾഡീഞ്ഞോ തന്റെ ഇളയ സഹോദരനെ പോലെ ചേർത്ത് നിർത്തി. ഡ്രസ്സിംഗ് റൂമിലും കളിക്കളത്തിലും വെച്ച് അദ്ദേഹം മെസ്സിക്ക് നിരവധി പാഠങ്ങൾ പറഞ്ഞു നൽകി. ടീം അംഗങ്ങളുമായി എങ്ങനെ ഇടപഴകണം, വലിയ ക്ലബ്ബുകളിലെ മത്സര സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉപദേശങ്ങൾ റൊണാൾഡീഞ്ഞോ നൽകി. ലജ്ജാശീലനായ മെസ്സിക്ക് റൊണാൾഡീഞ്ഞോ ഒരു മെന്റർ എന്നതിലുപരി ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായി മാറി. ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുയർന്നു വന്ന റൊണാൾഡീഞ്ഞോയ്ക്ക് മെസ്സിക്ക് തന്റെ നാടും വീടും ഉപേക്ഷിച്ച് ബാഴ്സലോണ പോലെയുള്ള ഒരു വലിയ ക്ലബ്ബിൽ വന്നെത്തുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മെസ്സി ബാഴ്സലോണയുടെ യൂത്ത് ലീഗ് മത്സരങ്ങൾ കളിച്ചു തുടങ്ങിയിരുന്നു. ജൂനിയർ ടീമായ കാഡറ്റെ ബി ടീമിൽ അവൻ മിന്നും പ്രകടനം കാഴ്ചവച്ചു. എതിരാളികളെ അതിവേഗം മറികടക്കുന്ന അവന്റെ ഡ്രിബ്ലിംഗും കൃത്യതയാർന്ന പാസുകളും കൊണ്ട് ടീമിന്റെ സ്കോർ നില മെസ്സി ഉയർത്തിക്കൊണ്ടിരുന്നു. പരിശീലകരെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പലപ്പോഴും അവന്റെ പ്രകടനം. ചികിത്സയുടെയും പരിശീലനത്തിന്റെയും ഫലമായി മെസ്സി ശാരീരികമായി കരുത്തനാവുകയും കളിയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്തു തുടങ്ങിയിരുന്നു. കാഡറ്റെ ബി ടീമിൽ കളിച്ചു തുടങ്ങിയ മെസ്സി തന്റെ പ്രകടന മികവ് കാരണം വളരെ വേഗം കാഡറ്റെ എ ടീമിലേക്കും തുടർന്ന് ജുവനൈൽ ബി, ജുവനൈൽ എ എന്നീ ടീമുകളിലേക്കും സ്ഥാനക്കയറ്റം നേടി. വളരെ വേഗമാണ് ടീമിന്റെ വിജയശില്പി എന്ന നിലയിലേക്ക് മെസ്സി വളർന്നു വന്നത്. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള സീനിയർ കളിക്കാരുടെ പ്രോത്സാഹനവും ഉപദേശങ്ങളും അവനിലെ ഫുട്ബോൾ സ്കില്ലുകൾ കൂടുതൽ മൂർച്ചയുള്ളതാക്കിയിരുന്നു. ഈ കാലയളവിൽ മെസ്സിയുടെ വളർച്ചാ ഹോർമോൺ ചികിത്സ ഏകദേശം പൂർത്തിയാവുകയായി. ദിവസേനയുള്ള ഇഞ്ചക്ഷനുകളുടെ വേദനയേറിയ കാലം അവസാനിക്കുന്നതിന്റെ ആശ്വാസം അവനിൽ പ്രകടമായിരുന്നു. കൃത്യമായ ചികിത്സയിലൂടെയും ലാമാസിയയിലെ പരിശീലനത്തിലൂടെയും മെസ്സിക്ക് പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയും കരുത്തും ലഭിച്ചു തുടങ്ങി. ഈ മാറ്റം കളിക്കളത്തിൽ അവന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. കളിക്കളത്തിലും പുറത്തും അവൻ പതിയെ സൗഹൃദങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി. കാലുകൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന യുവതാരവുമായി കൂട്ടുകൂടാൻ പുതിയ കളിക്കാർ വന്നെത്തിക്കൊണ്ടിരുന്നു. കളിക്കളത്തിന് പുറത്ത് ഈ സുഹൃത്തുക്കളോടൊപ്പമുള്ള സമയം അവന് വലിയ ആശ്വാസമായി. ബി ടീമിലെ മികച്ച പ്രകടനം സീനിയർ ടീം പരിശീലന സെഷനുകളിൽ പങ്കെടുക്കാൻ
മെസ്സിക്ക് കൂടുതൽ അവസരം നൽകി. ലാ മാസിയയിലെ മികച്ച പ്രകടനങ്ങൾ മെസ്സിക്ക് 2004-2005 സീസണിൽ ബാഴ്സലോണയുടെ റിസർവ് ടീമായ ബാഴ്സലോണ ബി ടീമിൽ സ്ഥിരമായി കളിക്കാൻ അവസരം നൽകുകയായിരുന്നു. ബാഴ്സലോണ ടീമിലേക്കുള്ള കടന്നുവരവ് മെസ്സിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ആരവങ്ങളും ആർപ്പുവിളികളും മുഴങ്ങുന്ന ഫുട്ബോൾ മൈതാനിയിൽ മെസ്സി ബൂട്ടണിഞ്ഞിറങ്ങി. ബാഴ്സലോണയ്ക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ആരാധകർക്ക് അവൻ ആവേശം നിറഞ്ഞ കളിക്കാഴ്ചകൾ സമ്മാനിച്ചു. ബി ടീമിനു വേണ്ടി 17 മത്സരങ്ങളിൽ പങ്കെടുത്ത മെസ്സി 6 ഗോളുകൾ നേടി കളിയിലെ നിർണായക ശക്തിയായി മാറി. എതിരാളികളെ കബളിപ്പിച്ച് അതിവേഗത്തിൽ പായുന്ന പുതിയ താരത്തെക്കുറിച്ചുള്ള ചർച്ച ബാഴ്സലോണ ആരാധകർക്കിടയിൽ ഉയർന്നു തുടങ്ങി. സീനിയർ ടീം താരങ്ങൾ മാനേജർ ഫ്രാങ്ക് റൈക്കാർഡിനോട് മെസ്സി എന്ന പ്രതിഭയുള്ള കളിക്കാരനെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടു. റൈക്കാർഡ് അവന്റെ കളികൾ കൂടുതൽ കൃത്യമായി നിരീക്ഷിക്കുകയും പരിശീലന സെഷനുകളിൽ അവന്റെ നിലവാരം വിലയിരുത്തുകയും ചെയ്തു. പ്രായത്തിൽ കവിഞ്ഞ കഴിവും കാര്യപ്രാപ്തിയുമുള്ള കളിക്കാരനാണ് മെസ്സി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പരിശീലന സെഷനുകളിലെ അവന്റെ മാന്ത്രിക ഡ്രിബ്ലിങ്ങുകൾ കണ്ട് വിസ്മയിച്ച റൈക്കാർഡ് മെസ്സിയെ സീനിയർ ടീമിൽ ഉൾപ്പെടുത്തി. ലോകത്തിലെ മികവുറ്റ കളിക്കാരുള്ള ബാഴ്സലോണ ടീമിൽ മെസ്സിക്ക് എവിടെ സ്ഥാനം കൊടുക്കുമെന്നത് അപ്പോഴും ആശങ്കയായിരുന്നു. ലെഫ്റ്റ് വിങ്ങിൽ റൊണാൾഡീഞ്ഞോ സ്ഥിരമായി കളിച്ച് താളം വന്ന പൊസിഷനാണ്. അവിടെ ഒരു വിടവില്ലാതെ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ ടീമിന് കഴിയുന്നുമുണ്ട്. ഇടതുകാൽ കൊണ്ട് ഡ്രിബ്ലിങ്ങും ഷൂട്ടുകളും നടത്തുന്ന മെസ്സി എന്ന പുതിയ കളിക്കാരനെ റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കാമെന്ന് റൈക്കാർഡ് തീരുമാനിച്ചു. അയാൾ മെസ്സിയുടെ പതിവ് പൊസിഷൻ മാറ്റി. അവനെ വലത് വിങ്ങിൽ കളിപ്പിച്ചു. ഇത് കളിക്കളത്തിന്റെ മധ്യഭാഗത്തേക്ക് കട്ട് ചെയ്ത് തന്റെ സ്ട്രോങ് പോർഷനായ ഇടതുകാൽ ഉപയോഗിച്ച് ശക്തമായി ഷോട്ടെടുക്കാനുള്ള അവസരം മെസ്സിക്ക് നൽകി. പരിശീലകരുടെയും സഹതാരങ്ങളുടെയും വിശ്വാസം കാത്തുകൊണ്ട് 2004 ഒക്ടോബർ 16 എസ്പാനിയോളിനെതിരായ ലാലിഗ മത്സരത്തിൽ മെസ്സി ബാഴ്സലോണയുടെ സീനിയർ ടീമിനായി ഔദ്യോഗികമായി അരങ്ങേറ്റം കുറിച്ചു. 82-ാം മിനിറ്റിൽ പകരക്കാരനായിട്ടാണ് 17 വയസ്സും 3 മാസവും പ്രായമുള്ള മെസ്സി കളിക്കളത്തിലിറങ്ങിയത്. ആ സമയത്ത് ഒരു ഔദ്യോഗിക മത്സരത്തിൽ ബാഴ്സലോണയെ പ്രതിനിധീകരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ് മെസ്സിയുടെ പേരിലായി. ആ സീസണിൽ പകരക്കാരനായി 9 മത്സരങ്ങളിൽ കളിച്ച മെസ്സി യുവേഫ ചാമ്പ്യൻസ് ലീഗിലും അരങ്ങേറ്റം കുറിച്ചു. അതിവേഗത്തിലാണ് എതിരാളികളുടെ നെഞ്ചെടുപ്പേറ്റുന്ന കളിക്കാരനായി മെസ്സി എന്ന 17 വയസ്സുകാരൻ മാറിയത്. ലാലിഗയിൽ അരങ്ങേറ്റം കുറിച്ച് മാസങ്ങൾക്ക് ശേഷം 2005 മെയ് 1 അൽബസെറ്റയ്ക്കെതിരെ നടന്ന ഹോം മത്സരത്തിൽ മെസ്സി ശ്രദ്ധേയമായ ഒരു ഗോൾ നേടി. ബാഴ്സലോണ 1-0 മുന്നിട്ട് നിൽക്കുന്ന മത്സരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ മെസ്സി വലത് വിങ്ങിൽ നിലയുറപ്പിച്ചിരുന്നു. 88-ാം മിനിറ്റിൽ
മെസ്സി ഒരു ഗോൾ ശ്രമം നടത്തിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിളിച്ചതിനെ തുടർന്ന് ഗോൾ നിഷേധിക്കപ്പെട്ടു. മെസ്സി നിരാശനാവാതെ വീണ്ടും ആക്രമണത്തിന് തയ്യാറായി. തന്റെ പ്രിയതാരവും വഴികാട്ടിയുമായ റൊണാൾഡീഞ്ഞോയുടെ അടുത്തേക്കാണ് പന്ത് വന്നത്. പ്രതിരോധ നിരയ്ക്ക് മുകളിലൂടെ റൊണാൾഡീഞ്ഞോ പന്ത് മെസ്സിക്ക് നേരെ ഉയർത്തിവിട്ട് മനോഹരമായ ഒരു ചിപ്പ് പാസ് നൽകി. ഗോൾ കീപ്പർ പന്ത് തടയാനായി മുന്നോട്ട് കയറി വന്നപ്പോൾ മെസ്സി ഒട്ടും സമയം കളയാതെ ഇടതുകാൽ കൊണ്ട് പന്തിനെ ഗോൾ കീപ്പർക്ക് മുകളിലൂടെ മനോഹരമായി ചിപ്പ് ചെയ്ത് വലയിലേക്കെത്തിച്ചു. ഗാലറിയിൽ നിന്നും ആരവങ്ങൾ മുഴങ്ങി. ഗോൾ നേടിയ ഉടൻ മെസ്സി തന്റെ പ്രിയപ്പെട്ട റൊണാൾഡീഞ്ഞോയുടെ അടുത്തേക്ക് ഓടിയെത്തി. റൊണാൾഡീഞ്ഞോ ആ 17 വയസ്സുകാരനെ തോളിലേറ്റി ഗോൾ ആഘോഷിക്കുകയായി. മെസ്സിയുടെ ആദ്യ സീനിയർ ഗോളായിരുന്നു അത്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബാഴ്സലോണ ലാ ലിഗ കിരീടം സ്വന്തമാക്കി. മെസ്സി എന്ന കൗമാരക്കാരൻ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമാണ് കളിച്ചതെങ്കിലും കിരീട നേട്ടം ടീമിന്റെ ഭാഗമായ മെസ്സിയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. ഹോർമോൺ ചികിത്സ തേടി അർജന്റീനയിൽ നിന്ന് വന്ന ആ കൊച്ചുകുട്ടിക്ക് ലോകത്തെ ഏറ്റവും വലിയ ക്ലബിന്റെ സീനിയർ ടീമിനൊപ്പം തന്റെ കരിയറിലെ ആദ്യ ഔദ്യോഗിക ട്രോഫി ലഭിച്ചു.